എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതിലേക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എന്ത് ചെയ്യുക, ഈ ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഈ ഒരു ദോശ തയ്യാറാക്കുന്നത് പരിപ്പ് വെച്ചിട്ടാണ്. ഞാൻ ചുവന്ന കളറിലുള്ള ഈ ഒരു പരിപ്പാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മസൂർ ദാൽ എന്നൊക്കെ പറയും. ഇത് അരക്കപ്പ് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിനി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പോളം റവയാണ്. ഇനി വേണ്ടത് ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതാണ്. തക്കാളി എടുക്കുമ്പോൾ നന്നായി പഴുത്തിട്ടുള്ള തക്കാളിയാണ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതാണ് ദോശയുടെ മാവിൻ്റെ പാകം. നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ഇതിനേക്കാളും കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലൂസാക്കിയാൽ മതി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തയ്യാറാക്കിയ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ദോശ ചുട്ടു തുടങ്ങാം. ഞാനിപ്പോൾ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സാധാ ദോശയൊക്കെ ചുറ്റിച്ചെടുക്കണ പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് കുക്കായി വന്നാൽ ഇതിന് മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ തിരിച്ചിട്ടും വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതിന് ഈ പാനിൽ നിന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ദോശ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവും ചുട്ടെടുക്കുക. അപ്പോൾ ഇതാണ് വളരെ ഹെൽത്തിയും അതുപോലെ ഇൻസ്റ്റൻറ്റും ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി. നമ്മൾ തക്കാളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് പ്രത്യേകിച്ച് കറികൾ ആവശ്യമൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ദോശയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.